പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളാണ് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. പ്രൈസ് ദി ലോർഡ്. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഹല്ലേലൂയ. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. മലാക്കി പ്രവചന പുസ്തകത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗമാണ്. അപ്പോൾ അവിടെ ദൈവം മലാക്കിയിൽ കൂടി സംസാരിക്കുന്ന ഒരു കാര്യമാണ്. മലാക്കിയിൽ കൂടി ദൈവം സംസാരിക്കുന്ന ഒരു കാര്യമാണ്. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ എന്ത് ചെയ്തു? ശ്രദ്ധ വെച്ച് കേട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ എല്ലാ സംസാരങ്ങളും കാര്യങ്ങളും ദൈവമായ കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. നമ്മുടെ മേൽ അവൻ്റെ ഒരു കണ്ണുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നു, അവൻ്റെ യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ ചെവി അവരുടെ നിലവിളിക്കും എന്ത് ചെയ്യാണ്? തുറന്നിരിക്കുക. എപ്പോഴും കർത്താവിൻ്റെ ഒരു കണ്ണ് നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. നമ്മുടെ ഈ അടുക്കളയിൽ നിന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അടുക്കളയിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഹല്ലേലൂയ. ചിലർ സംസാരിക്കുന്ന ഇങ്ങനെ, ഉണ്ണാൻ വന്നിരിക്കുക കയ്യും കാലും കഴുകി, കറി വെക്കാനൊന്നും മേടിച്ചിട്ട് വരത്തില്ല, എന്നിട്ട് കയ്യും കഴുകി കയറിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതും കർത്താവ് കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരു നിയോഗത്തോടെ സംസാരിക്കുന്ന നമ്മളീ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഭർത്താക്കന്മാരെ വേദപുസ്തകം വിളിക്കുന്നത് യജമാനനെന്ന് ഭാര്യമാർ വിളിച്ചെന്നാണ് കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ കല്യാണം പാസ്റ്റർ PM ഫിലിപ്പ നടത്തി. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ആനിമോളോട് പറഞ്ഞത് യജമാനനെന്ന് വിളിച്ച് അഡോണായി എന്ന് പുള്ളി എടുത്ത് ഇംഗ്ലീഷിൽ പറയുകയും കൂടെ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അതാ ഒരു ദൈവീക അനുഭവം. ദൈവീക അനുഭവം. നമ്മൾ ഭർത്താക്കന്മാരെ ഒരിക്കലും പുച്ഛിക്കാനിടയാകരുത്. ചിലപ്പോൾ അവരുടെ കുറവ് കണ്ടേക്കാം, കുറ്റം കണ്ടേക്കാം. ദൈവീക വ്യവസ്ഥ. അപ്പോൾ നമ്മളത് പറയുമ്പോൾ യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് എന്ത് ചെയ്തു? കേട്ടു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവരുടെ കുറവ് കണ്ടേക്കാം, പക്ഷേ എന്നാലും നാം അവരെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഹല്ലേലൂയ. ഭർത്താക്കന്മാരെ ബഹുമാനത്തോടെ വേണം സംസാരിക്കാൻ. എനിക്ക് ഭർത്താക്കന്മാരെ പേര് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പുള്ള കാര്യമല്ല. ചിലർ അങ്ങനെ വിളിക്കുന്നത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ചിലർ വിളിക്കുന്നത് പിള്ളേരുടെ അച്ഛൻ എന്നാണ്, പിള്ളേരുടെ അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. നമ്മുടെ ഇടയിൽ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ഇത് എന്തു പറയുന്നോ അത് മുഴുവൻ സ്വർഗത്തിൽ എന്താണ്? റെക്കോർഡാ. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. അടുത്തത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. വളരെ ശ്രദ്ധിച്ചേ, എല്ലാവരും വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പുസ്തകമുണ്ട്. പുസ്തകങ്ങളുണ്ട് കേട്ടോ, അത് ഞാൻ വായിക്കാം. പുസ്തകമുണ്ട്, സ്മരണ പുസ്തകം എന്ന് വെച്ചാൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം രേഖപ്പെടുത്തുന്ന പുസ്തകം. ഹല്ലേലൂയ. രേഖപ്പെടുത്തുന്ന പുസ്തകം. ഹല്ലേലൂയ. യഹോവയുടെ സന്നിധിയിലുണ്ട്, നമുക്കുമുണ്ട്. നമ്മളെക്കുറിച്ച് എഴുതാൻ എന്തൊക്കെ എഴുതാനാണ് നമ്മളെക്കുറിച്ചുള്ളത്? ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് എന്തെല്ലാം എഴുതാനുണ്ടെന്ന് നമ്മളൊന്ന് അറിയണം. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് എഴുതാൻ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾ ശ്രദ്ധിക്കണേ, എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ചൊന്ന് എഴുതാൻ വേണം.
നല്ല കാര്യങ്ങൾ വേണം എഴുതാൻ. ഹല്ലേലൂയ. നല്ല കാര്യങ്ങൾ വേണം നമ്മളെക്കുറിച്ച് എഴുതാൻ, രേഖപ്പെടുത്താൻ. അവിടെ ഒരു പുസ്തകമുണ്ട്. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എഴുതും. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്തു ചെയ്യും? എഴുതും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ന്യായം വിധിക്കുന്നത് എങ്ങനെയാ? സ്തോത്രം. ലോകത്തെ ന്യായം വിധിക്കുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ദുഷ്ടന്മാരുടെ ന്യായവിധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20:12. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ തുറന്നു. അപ്പൊ ഒരു പുസ്തകമല്ല ഉള്ളത്. ന്യായവിധിയുടെ സമയത്ത് ഇത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റാ, വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയാ. അപ്പൊ അവിടെ സ്തോത്രം ആ പുസ്തകങ്ങൾ തുറന്നെന്നാ പറഞ്ഞത്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചു സ്മരണയുടെ പുസ്തകം, അങ്ങനെ ഒരു പുസ്തകമുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലിവിങ് അതിൻ്റെ പുസ്തകമുണ്ട്. ഹല്ലേലൂയ. പുസ്തകങ്ങൾ തുറന്നു. ഹല്ലേലൂയ. നമുക്ക് ഡയറി എഴുതുന്നത് നല്ലതാണ് കേട്ടോ. ആളുകൾ ഡയറി എഴുതുവാണെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ നല്ലതാണ്. ഹല്ലേലൂയ. ഒരാളുടെ ഡയറി നമ്മൾ കയറി വായിച്ച് നോക്കാൻ പോകരുത്. അവരുടെ പേഴ്സണലായ കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ പിള്ളേരതൊക്കെ എടുത്തൊന്ന് വായിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ് നമ്മൾ കേട്ടോ. സ്തോത്രം. പക്ഷേ നമ്മൾ എഴുതിയില്ലെങ്കിലും കർത്താവ് നമ്മളെക്കുറിച്ച് എഴുതുന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ കുറിച്ച് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. പുസ്തകങ്ങൾ തുറന്നു. വെളിപ്പാടിലേക്ക് വരുമ്പോൾ പുസ്തകങ്ങൾ തുറന്നു എന്ന് പറയുമ്പോൾ വേദശാസ്ത്രിയുടെ അഭിപ്രായം ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ്. കാരണം ന്യായം വിധിക്കുമ്പോൾ ഇതാണ് ബൈലോ പ്രമാണം. ഹല്ലേലൂയ. അവിടെ ചെന്ന് നമുക്ക് ചോദിക്കാനൊന്നും പറ്റത്തില്ല. ഹല്ലേലൂയ. അവിടെ ചെന്ന് നമുക്ക് ചോദിക്കാനൊന്നും പറ്റത്തില്ല. ഹല്ലേലൂയ. ഞങ്ങൾ ആദ്യം എൻ്റെ അനിയത്തി ഒരു സ്പോൺസർ അയച്ചു തന്ന് അമേരിക്കൻ എംബസിയിൽ അവിടെ മദ്രാസിൽ പോയായിരുന്നു. ഞങ്ങളുടെ റിജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേപ്പർ അടിച്ച് കയ്യിലോട്ട് തരും. പേപ്പർ അടിച്ചു കയ്യിലോട്ട് തന്നു കഴിഞ്ഞപ്പം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ ഈ ആളുകൾ ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് പരാതി ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നിട്ട് ഏതെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അവരവിടെ ഒരു തിക്ക് ചെയ്തേക്കും. അവിടെ ഒരു പേന കൊണ്ട് അവരൊരു പ്രിൻ്റഡ് ഫോം തരിക. ഒന്നും പറയാൻ അനുവാദം ഇല്ല നമുക്ക്. അവിടെ നിന്ന് പറയാൻ നോക്കിയാൽ അപ്പോഴേ നമ്മളെ പിടിച്ച് അകത്താക്കും. അപ്പോൾ ഞാൻ പറയട്ടെ, ഒരു എംബസി പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ സ്തോത്രം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവികമായ ആ പുസ്തകങ്ങൾ തുറക്കുന്ന അനുഭവം. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണേ. ഒന്ന് സ്തോത്രം ദൈവത്തിൻ്റെ വചനമാണ്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും എന്ത് ചെയ്തു? തുറന്നു. പല പുസ്തകങ്ങളുണ്ട്. ജീവൻ്റെ പുസ്തകം. ഹല്ലേലൂയ. ഇപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാം പേരെഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാം എഴുതിയിരിക്കുന്ന പുസ്തകമുണ്ട്. ജീവപുസ്തകമുണ്ട്. സ്മരണ പുസ്തകമുണ്ട്. ഇതെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. നമ്മുടെ ഈ സ്മരണ പുസ്തകമൊക്കെ വെച്ച് നമ്മളെ ന്യായം വിധിക്കുമ്പോഴാണ് സ്തോത്രം ഹല്ലേലൂയ പ്രയാസം ഉണ്ടാകുന്നത്. പണ്ട് ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്. നടന്ന കാര്യം, ഒരു സായിപ്പ് നമ്മുടെ നാട്ടിൽ വന്ന് താമസിച്ചു. അദ്ദേഹം മതിലൊക്കെ കെട്ടി നല്ല പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി നല്ല മാവും പേരയൊക്കെ നട്ടു. അതിലൊക്കെ കൊടുത്തിടെ പോയിക്കൊണ്ടിരുന്ന പിള്ളേർക്ക് മാങ്ങായുടെ കാലം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കൊതിയെടുക്കാൻ മേല. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, മാവിൻ്റെ ഇവർ സായിപ്പ് ഗേറ്റിൻ്റെ അവിടെ നോക്കി ഇല്ലെന്ന് കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ മതിൽ ചാടി കയറി ആ മാവേ കയറി മാങ്ങ പറിച്ചു. ഇത് സായിപ്പ ഗാർഡൻ്റെ അങ്ങേ അറ്റത്ത് ഇപ്പോൾ ഉണ്ട്. പുള്ളി അതെല്ലാം ഫോട്ടോ എടുത്തു. ഇവർ ചാടി കയറുന്നത്, ഒരുത്തൻ്റെ പുറത്ത് കയറി ഒരുത്തൻ പറിക്കുന്നത് എല്ലാം റെക്കോർഡ് ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹത്തിന് രസം തോന്നി. അദ്ദേഹത്തിന് ഇപ്പോൾ മാങ്ങായ്ക്ക് വേണ്ടി അദ്ദേഹം വഴക്കുണ്ടാക്കുകയല്ലോ. അദ്ദേഹം അതെല്ലാം ഫ്രെയിം പോലെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് റൂമിൽ വെച്ചു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സായിപ്പ് പിള്ളേരോട് ചങ്ങാത്തം കൂടിയേച്ച് അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു.
പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. സായിപ്പിൻ്റെ വീട്ടിൽ ചെന്ന് അകത്ത് കയറി എല്ലാം വേണ്ടിയതൊക്കെ പറിച്ചെല്ലാം കൊടുത്തിട്ട് അവസാനം അകത്ത് കയറ്റി ആ ഭിത്തിയിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് പിള്ളേർ നടുങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. കാരണം ഇവർ ഈ പറിച്ച മാങ്ങ പറിച്ചതും ഇതും എല്ലാം അവിടെ എന്ത് ചെയ്തിരിക്കുക, ഫ്രെയിം ചെയ്ത് വെച്ചേക്കുവാ. പ്രിയമുള്ളവരെ, പലതും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പലതും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. മടങ്ങി വരട്ടെ, സ്തോത്രം. അപ്പോൾ അവൻ്റെ നമ്മൾ മലാക്കിയിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുക, അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുക. ഒരു സ്മരണ പുസ്തകം എന്ത് ചെയ്തിരിക്കുക, എഴുതി വെച്ചിരിക്കുക. പുറപ്പാട് പുസ്തകം 32 33 വാക്യങ്ങളൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 32 33. ഹല്ലേലൂയ. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ എന്താ പരിപാടി? ഇസ്രായേൽ ജനം ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി, ദൈവത്തിന് ഹിതകരമല്ലാത്തത് പ്രവർത്തിച്ചു. മോശെ ആ കാളക്കുട്ടിയെ പിടിച്ച് ചുട്ട് പൊടിച്ച് വെള്ളത്തിലാക്കി അവരെ കൊണ്ട് കുടിപ്പിച്ചു. അപ്പോൾ ദൈവം തമ്പുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം അവരെ നശിപ്പിക്കാൻ നോക്കുക. അപ്പോൾ മോശ ഇടിവിൽ നിൽക്കുന്ന ഒരനുഭവം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. ഇടിവിൽ നിന്ന് മോശ ഇടിവിൽ നിൽക്കുക. മോശ ഇടിവിൽ നിന്നിട്ട് ദൈവത്തോട് പറയുക, ദൈവമേ നീ എന്താണ് ചെയ്തത്? അവരുടെ പാപം എന്ത് ചെയ്യണം? നീ ക്ഷമിക്കണമേ. അവർ ചെയ്ത പാപം അവരോട് ക്ഷമിക്കണമേ. ഇടിവിൽ നിൽക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരെന്ത് ചെയ്യും? മായിച്ചു കളയട്ടെ എന്ന്. നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരെന്ത് ചെയ്യണം? മായിച്ചു കളയണമേ. അടുത്തത്, യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. സ്തോത്രം. ഈ ഒരു വാക്യമാണ് പല ആളുകളുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. സ്തോത്രം. ചില ആളുകൾ പഠിപ്പിക്കുന്നത് രക്ഷ നഷ്ടമാകുകയല്ലെന്നാണ് പഠിപ്പിക്കുന്നത്. രക്ഷ നഷ്ടമായില്ലേ നമുക്കെല്ലാവർക്കും സന്തോഷം, അതിനിവിടെ ഒരു വിരോധവും ഇല്ല. പക്ഷേ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, എന്നോട് പാപം ചെയ്യുന്നവൻ്റെ പേര് ഞാൻ എന്ത് ചെയ്യും? പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന്. പുസ്തകത്തിൽ നിന്ന് മായ്ച്ചാൽ പിന്നെ പുസ്തകം തുറന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയെ തള്ളിയിടുമെന്നാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ പുസ്തകത്തിൽ പേരുണ്ടോ എന്നുള്ളൊരു കാര്യം നാം വളരെ ശ്രദ്ധിക്കണം. ഇത് എഴുതുന്നതും മായ്ക്കുന്നതും ഒക്കെ കർത്താവാണ്. ഹല്ലേലൂയ. വേറെ ആരെയല്ല ഏൽപ്പിച്ചേക്കുന്നത്. ഒരു മതമേലധ്യക്ഷനെയോ നേതാക്കന്മാരെയോ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇനി നമ്മുടെ വേദനകളെ അവൻ രേഖപ്പെടുത്തുന്നുണ്ട്. 56-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 56-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. നീ എൻ്റെ ഉഴൽച്ചകളെ എന്ത് ചെയ്യുന്നു? എണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ തുരുത്തിയിലാക്കി വെക്കുന്നു. ഹല്ലേലൂയ. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഉഴൽച്ചകളെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ ഇല്ലായ്മയെ അറിയുന്ന ദൈവം, നമ്മുടെ പോരായ്മയെ അറിയുന്ന ദൈവം, നമ്മുടെ വേദന അറിയുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉഴൽച്ച അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എന്നോട് പണ്ടൊരു സഹോദരി പറഞ്ഞു, പുറമേ നോക്കിയാൽ ജീവിക്കാൻ നല്ല ചുറ്റുപാടുണ്ട്, കാശുള്ള കുടുംബമാണ്, എല്ലാം കുടുംബമാണ്. പക്ഷെ അവർക്ക് പല പ്രയാസങ്ങളും കടവും വന്നവർ വിഷമിച്ചു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് വേണ്ടി മാത്രം കുറച്ച് ആഹാരം ഉണ്ടാക്കിയിട്ട് അത് കൊടുത്തു വിടുക. എന്നിട്ട് എന്നോട് സൗകര്യം പറഞ്ഞു, ഇവർ ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കുക, വിശ്വാസിയാണ്, ഇവർ ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കുക. എന്നിട്ട് എന്നാ കാരണം എന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പം അവർക്ക് കൊടുക്കാൻ വേണ്ടി മാതാപിതാക്കൾ കഴിക്കാതെ ഒത്തിരി നാളൊന്നും ആയില്ല കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ശുശ്രൂഷാ മണ്ഡലത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ്. മാതാപിതാക്കൾ കഴിക്കാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെക്കുന്ന ആഹാരം. ഹല്ലേലൂയ. സത്യ. നമ്മുടെ ആ ഉഴൽച്ച ആരാ അറിയുന്നേ? നമ്മുടെ വേദന ആരാ അറിയുന്നത്? ഹല്ലേലൂയ. എല്ലാവരും നല്ല നല്ല സാധനങ്ങൾ കടകളിൽ പോയി വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഈ വാങ്ങിക്കാനില്ലാതിരിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. സ്തോത്രം. നമ്മുടെ ഉള്ള അവസ്ഥ
അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഉള്ള അവസ്ഥ അറിയാവുന്ന ദൈവം. ഹല്ലേലൂയ. ചില അധ്വാനിക്കുന്ന പിതാക്കന്മാർ ഒന്നും മേടിച്ച് കഴിക്കാറില്ല. അധ്വാനിക്കുന്നവരാണ് അവർ. പുറത്തു പോയി ജീവൻ കിടക്കാൻ ആഹാരം കഴിക്കുന്നുണ്ട്, പുറത്തു പോയി മറ്റുള്ളവർ വാങ്ങിക്കുന്ന പോലെ വാങ്ങിക്കാറില്ല അധ്വാനിക്കുന്നവർ. അപ്പോൾ ആ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അത് അച്ഛൻ്റെ സ്വഭാവമാണ്, അപ്പൻ്റെ സ്വഭാവം, അപ്പൻ്റെ സ്വഭാവമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇത് തീർന്നു പോകും, നാളെ കുഞ്ഞുങ്ങൾക്ക് വേണം. അതുകൊണ്ട് പുള്ളി മനഃപൂർവ്വമായിട്ട് അവർ ത്യാഗം ചെയ്യുക. അമ്മമാർ ത്യാഗം ചെയ്യുന്ന വേറൊരു ലൈന്, അപ്പന്മാർ ത്യാഗം ചെയ്യുന്ന വേറൊരു ലൈന്. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഈ ആളുകളെല്ലാം കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? തലമുറയ്ക്ക് വേണ്ടിയാ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. മറ്റല്ല ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഓടുന്നതും അധ്വാനിക്കുന്നതും എല്ലാം? സ്തോത്രം. അപ്പോൾ നമ്മുടെ ആ ഉഴൽച്ചകളെ 56:8 വായിച്ചേ. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിൽ, അത് നിന്റെ പുസ്തകത്തിലുണ്ട്. നീ ഏതിനു വേണ്ടി കരഞ്ഞിട്ടുണ്ടോ ആ കണ്ണുനീരെല്ലാം കർത്താവിൻ്റെ തുരുത്തിയിൽ. ഹല്ലേലൂയ. സ്പൂണിലല്ല കേട്ടോ, തുരുത്തിയിൽ. തുരുത്തി എന്ന് പറയുമ്പോൾ എന്തുവാ? വലിയ സാധനമാണ്. ഹല്ലേലൂയ. അത് സ്തോത്രം ലെതറിൻ്റെ വലിയ സാധനമാണ്. വീഞ്ഞും അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാം സ്തോത്രം വെള്ളമൊക്കെ സംഭരിക്കുന്ന വലിയ പാത്രമാണ് തുരുത്തി. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ആ കണ്ണുനീര് തുരുത്തിയിലാക്കി വെക്കാനുള്ള കണ്ണുനീര്. ഹല്ലേലൂയ. തുരുത്തിയിലാക്കി വെക്കാനുള്ള കണ്ണുനീര്. ഇന്ന് ആരെങ്കിലും കണ്ണുനീര് പൊഴിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് അവരോട് പറയാനുള്ളത്, നിൻ്റെ കണ്ണുനീരെല്ലാം കർത്താവ് കണ്ടിട്ടുണ്ട്, അത് അവൻ്റെ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കണ്ണുനീരെല്ലാം എന്തുണ്ട്? പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. പുസ്തകത്തിൽ ആ കണ്ണുനീര്, ഒഴുക്കിയ വിയർപ്പ്, ഒഴുക്കിയതായ കണ്ണുനീര്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണേ. സ്തോത്രം. അതെല്ലാം പുസ്തകത്തിലുണ്ട്. എന്ത് ചെയ്താലും പുസ്തകത്തിലുണ്ട്. നമ്മുടെ കണ്ണുനീരും വിയർപ്പും. ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം ഒരുത്തൻ പെറോട്ട അടിക്കുന്നത് ഞാൻ കണ്ടു. പെറോട്ട അടിച്ചേച്ച് അവൻ ആ പെറോട്ട എടുത്ത് അവന് വല്ല കുടവയറുള്ളവൻ ആ ദേഹത്തോട്ടിട്ട് ഒരു തൂപ്പൽ. എന്നുവെച്ചാൽ ആ വിയർപ്പിൻ്റെ ആ ഉപ്പ്, ഇനി ഉപ്പിടേണ്ട കാര്യമില്ല. നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കറിക്കകത്തോട്ട് തുപ്പുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്രയോ പേരാ നമ്മൾ പോയി ഇതെല്ലാം കഴിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്തെല്ലാം വികൃതിയാ ഈ ഭക്ഷണ കാര്യങ്ങളിൽ കാണിക്കുന്നതെന്നറിയാമോ? നമ്മൾ ശ്രദ്ധിക്കണം. പലയിടത്തും നല്ലതല്ല കൊടുക്കുന്നത്, വേസ്റ്റായതോ അതുപോലെയുള്ള കാര്യങ്ങളാണ് ചെയ്ത് കൊടുക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞത് ഇതെല്ലാം പുസ്തകത്തിലുണ്ട്. എന്ത് കാര്യം ചെയ്യുന്നോ അതെല്ലാം എന്തുണ്ട്? പുസ്തകത്തിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 58-59 വാക്യങ്ങളിലേക്കൊന്ന് വന്നേ പെട്ടെന്ന്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 58 വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ എന്നെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് ശ്രദ്ധിക്കണേ. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായം എന്ന് പറയുന്നത് ആദ്യത്തെ ഭാഗമെല്ലാം നല്ല അനുഗ്രഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങൾ നിനക്ക് സിദ്ധിക്കും. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ എല്ലാം നിന്നെ വാലല്ല തലയാക്കുമെന്നെല്ലാമാണ് ആദ്യത്തെ ഭാഗം. നമ്മൾ കയറി താമസത്തിനൊക്കെ ചെല്ലുമ്പോൾ സന്തോഷത്തിന് വേണ്ടി ഈ ഭാഗം വായിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ 28 മുതൽ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നീ പ്രമാണിച്ച് നടക്കാതിരുന്നാൽ, സ്തോത്രം വായിച്ചേ,
നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ നാമം ഭയപ്പെടുവാൻ യോഗ്യമായ നാമമാകട്ടോ. ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. അയ്യോ പ്രൈസ് ദി ലോർഡ്. നാം ഒന്ന് ഭയന്ന് നോക്കിക്കേ. ദൈവത്തിന്റെ വചനം അനുസരിക്കാതിരുന്നാൽ കർത്താവ് പറഞ്ഞതാ. പ്രിയമുള്ളവരെ, നമ്മൾ ആ വേദഭാഗം താഴോട്ടങ്ങ് വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ പാപം ചെയ്തിട്ട് അവരനേക അവിടെ താഴോട്ട് എഴുതിയിട്ടുണ്ട്. 28 വീട്ടിൽ ചെന്നിരുന്നത് വായിച്ചാൽ മതി. നിങ്ങൾ ചിതറിക്കപ്പെടും, അനേക രാജ്യങ്ങളിലേക്ക് ചിതറിക്കപ്പെടും. ഹല്ലേലൂയ. ഞാൻ നേരത്തെ ഓർപ്പിച്ചായിരുന്നു, ഹിറ്റ്ലർ അനേക ലക്ഷം യഹൂദന്മാരെയാണ് കൊന്നുകളഞ്ഞത്. അവരെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സ്ഥലത്ത് ട്രെയിനിൽ കയറ്റിയാ കുത്തി നിറച്ചാണ് കൊണ്ടുപോകുന്നത്. അവരുടെ ലാസ്റ്റ് ട്രെയിൻ യാത്രയാത്. അവരെ കൊന്നുകളയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ ജനമായിട്ട് ദൈവം തിരഞ്ഞെടുത്തതാ. അബ്രഹാമിനെ അവൻ്റെ സന്തതിയെ തിരഞ്ഞെടുത്തതാ. ഇസ്ഹാക്കിനെയും അവൻ്റെ സന്തതികളെയും തിരഞ്ഞെടുത്തതാ. എന്നാൽ ദൈവത്തിൻ്റെ വചനം അവർ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം അവരനുസരിക്കാഞ്ഞതുകൊണ്ട് അവരുടെ മേൽ വരുന്ന, ഞാനതെല്ലാം വായിക്കാൻ പോയ ഭയങ്കര കഠിനമായ വാക്കുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 28-58 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഭയങ്കരമായ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിനെ ഭയപ്പെടണം, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നാം ജീവിക്കണം. ഏതെങ്കിലും ഒരു പോരായ്മ ജീവിതത്തിൽ വന്നാൽ കർത്താവിനോട് ഏറ്റുപറയണം, കർത്താവിനോട് ഏറ്റുപറയണം. ഹല്ലേലൂയ. നമുക്ക് കുമ്പസാരമില്ല, നമുക്കുള്ള ഏറ്റുപറയേണ്ടത് ദൈവത്തോടാണ് ഏറ്റുപറയേണ്ടത്. കർത്താവിനോട് നാം ഏറ്റുപറയണം. മലാക്കിയിൽ 3:17-18 കൂടെ വായിച്ചേ. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17. ഞാൻ ഉണ്ടാകുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. സ്തോത്രം. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുഗ്രഹിക്കപ്പെടുന്നവർ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ഒരു ദിവസമുണ്ട്. അങ്ങനെ ഒരു ദിവസമുണ്ട് പ്രിയമുള്ളവരെ. ഈ കാണുന്ന ദിവസമല്ല, ദൈവം ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമ്മൾ അവനോടൊപ്പം വസിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതാ നമ്മുടെ പ്രത്യാശ, അതാ നമ്മുടെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ഒരു നിക്ഷേപമായിരിക്കും, അവരെനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് ദൈവജനം മനസ്സിലാക്കണം. നമ്മൾ കർത്താവിനൊരു നിക്ഷേപമാണ്. നമുക്ക് പല കാര്യങ്ങളുള്ളവരാ. എന്നാലും വേലയും പരിപാടി എല്ലാം നിർത്തി ആരാധനയ്ക്ക് വേണ്ടിയും ദൈവത്തെ ആരാധിപ്പാനൊക്കെ സമയം വേർതിരിച്ച് നാം മുമ്പോട്ട് കടന്നു വരുമ്പോൾ സ്തോത്രം, ഇതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, അവരെനിക്ക് ഒരു നിക്ഷേപമാണ്. ഹല്ലേലൂയ. നമുക്ക് സന്തോഷമില്ലേ? നമുക്ക് ലോകം നമ്മളെ അംഗീകരിക്കുന്നില്ലേലും നമ്മുടെ കർത്താവ് പറയുക, നിങ്ങൾ എനിക്കൊരു നിക്ഷേപമാണ്. ഇത് നമ്മുടെ ആളുകൾക്ക് പോലും മനസ്സിലാകുന്നില്ല. ഈ ലോകത്തിലെ പല കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയം കുടുങ്ങി നമ്മളങ്ങ് കിടന്ന് വല്ലാണ്ടാകുക. ഹല്ലേലൂയ. വല്ലാണ്ട് നമ്മളങ്ങാകുക. നമ്മളെല്ലാം മക്കളെ ഓർത്ത് വിചാരപ്പെടുന്നവരാണ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒത്തിരി നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ വിചാരപ്പെട്ട് രോഗികളാകരുത്. നമ്മൾ വിചാരപ്പെട്ട് നമ്മൾ രോഗികളായിത്തീരുക. ഹല്ലേലൂയ. ഇത് തലമുറകൾ അംഗീകരിക്കുമോ? അംഗീകരിക്കത്തില്ല. ഇന്നത്തെ തലമുറകൾ പറഞ്ഞാൽ അനുസരിക്കുന്ന തലമുറകൾ തീരെ ചുരുക്കമാണ്. പറഞ്ഞാൽ ഇങ്ങോട്ട് പഠിപ്പിക്കും. സ്തോത്രം. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എല്ലാവരും അവരവരുടെ ഭാരം വഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ സമ്മതിക്കത്തില്ല. എനിക്ക് പല ആളുകളെ പരിചയമുണ്ട്. ഹല്ലേലൂയ. അമേരിക്കയിൽ കൊച്ചുമക്കളെ നോക്കുന്നതിന് വരെ ശമ്പളം മേടിച്ച അമ്മച്ചിമാർ നോക്കുന്നത്. കൊച്ചുമക്കളെ നോക്കുന്നതിന്. സ്തോത്രം. എനിക്കറിയാവുന്ന എത്രയോ ഞങ്ങളുടെ കസിൻസ്, ഞങ്ങളുടെ കുഞ്ഞമ്മമാർ, ആൻറ്റിമാർ, പിള്ളേർ പറഞ്ഞു, അല്ലെങ്കിൽ പിള്ളേരെ ഇവരെ കൊണ്ടുപോയി ഡേ കെയറിൽ അതുപോലുള്ള തേപ്പിക്കണം. മമ്മി കമ്പനി ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് അമ്മച്ചിമാരെ കൊണ്ട് മക്കളെ നോക്കിക്കുന്ന മക്കളുണ്ട്. അവർക്കതിൻ്റെ ശമ്പളം കൊടുത്ത്, അവർ കൂലിക്കാരായെന്ന് നിങ്ങൾ വിചാരിക്കരുത്.
കാരണം അവരവർക്കുള്ള പൈസ ഉണ്ടാക്കണമെന്ന് അമേരിക്കയുടെ നിയമം. ആരും ആരെ ആശ്രയിച്ചല്ല ജീവിക്കുന്നത്, ആരും ആരെ ആശ്രയിക്കാറില്ല. സഹോദരിമാരും അവരവർ വണ്ടി എടുത്ത് അവരവർക്ക് ഇഷ്ടമുള്ള സാധനം വീട്ടിലോട്ട് മേടിച്ചുകൊണ്ട് വരും. ആരും ഭർത്താക്കന്മാരെ നോക്കി നിൽക്കാറില്ല അവിടെ. അവരവർക്കുള്ള കാര്യം, അങ്ങനെ ഒരു കൾച്ചറാണ്. ആ കൾച്ചറിനോട് എനിക്ക് യോജിപ്പില്ല, പക്ഷേ അവിടുത്തെ കൾച്ചർ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർ മേടിക്കും. ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് പോലും കാശ് മേടിക്കും. എനിക്കറിയാവുന്ന ഒരു അങ്കിളുണ്ട്. അങ്കിള് പറഞ്ഞു, അവരുടെ പിള്ളേർക്ക് തിരക്കാം, ആഴ്ചയിൽ ഒരു ദിവസം കുഞ്ഞുങ്ങളെ നോക്കിത്തരാം, അല്ലാതെ ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല, ഞങ്ങൾക്ക് ജീവിക്കണം. പുള്ളി പറഞ്ഞാൽ പ്രായമുള്ള മനുഷ്യനാണ്, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രായമുള്ള ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം സ്പോയിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല, ആകുലപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. കാരണം ദൈവം അവരുടെ കാര്യം നോക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കൊച്ചുമക്കളെക്കുറിച്ച് ചിന്തയുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ അവരുടെ അപ്പനും അമ്മയും എടുക്കുന്ന അത്രയും റിസ്ക് ഞങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഞങ്ങളവരെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ നടന്നാൽ മതി. നമ്മളങ്ങ് റിസ്ക് എടുക്കുക. റിസ്ക് എടുത്തെടുത്ത് നമ്മൾ രോഗികളായി തീരുക. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിവിടെ വായിച്ചത്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവരൊരു നിക്ഷേപമായിരിക്കും. നമ്മൾ അവൻ്റെ ഒരു നിക്ഷേപമാണ്. ഹല്ലേലൂയ. ആ പദവിയിലേക്ക് നാം ഒന്ന് ഉയർത്തപ്പെടണം. നമ്മൾ സ്തോത്രം, താൻ ചത്ത് മീൻ പിടിക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. താൻ ചത്താരും മീൻ പിടിക്കരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്തോത്രം, നമ്മുടെ നിക്ഷേപം അവൻ്റെ നിക്ഷേപമാണ്. നമ്മുടെ നിക്ഷേപം നഷ്ടമാക്കാൻ നമ്മൾ ഇടയാകരുത്. കർത്താവിൻ്റെ അടുക്ക നമ്മുടെ ഒരു ന്യായീകരണവും വിലപ്പോവുകയല്ല കേട്ടോ. നമുക്ക് സഭയെ വേണേൽ ന്യായീകരിക്കാം, എവിടെ വേണേലും ന്യായീകരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായീകരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അതിൻ്റെ ബാക്കിയും കൂടെ വായിച്ചങ്ങ് അവസാനിപ്പിച്ചേ. അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ, അടുത്തത് പറയാം. ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ എന്നാ പറഞ്ഞെന്ന് ഞാൻ എന്നെ ഇങ്ങനെ പറയുന്നെന്ന് ഓർക്കും. ദൈവം പറയാ, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ. എങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കും? ഹല്ലേലൂയ. ഒരു ദൈവം തമ്പുരാൻ പറയാ, അതിന് ഉപമയാ പറഞ്ഞേ. ഒരു മനുഷ്യൻ തൻ്റെ മകൻ, തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. ഞങ്ങൾ അവനെ ആദരിക്കും. അടുത്തത്, അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അറിയും കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അറിയും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും അതിന് പ്രതിഫലമുണ്ട്. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും പ്രതിഫലമുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. അത് നാം മനസ്സിലാക്കണം. അത് മുഴുവനും നമ്മുടെ തലമുറയ്ക്കായി നീതിയായി കണക്കിടും. വചനം ഇങ്ങനെ പറയുന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇറക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ഞാൻ കണ്ടിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ഞങ്ങളൊക്കെ എന്തെങ്കിലും നന്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ടെന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. എന്തെങ്കിലുമൊക്കെ ഒരു നന്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് അതിൻ്റെ നന്മ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകലിൽ പ്രിയമുള്ളവരെ, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പോവുകയാണ്. ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.